എന്താണ് ഒരു വട്ടം വെക്കല്? വണ്ടി എടുത്ത് മാറ്റാ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ സാറേ? നിനക്ക് കിട്ടിയൊന്നും പോരേടാ. കിട്ടിയതിനൊക്കെ തിരിച്ചു തരാൻ പാകത്തിന് സ്വരുക്കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ചെറിയൊരു ഇൻഫർമേഷൻ തരാനാ. സാറ് തിരക്കി നടക്കുന്ന ജെയ്സൺ ഇപ്പൊ ചമ്പക്കര മാർക്കറ്റിലില്ല. പകരം തനിക്കുള്ള കെണിയൊരുക്കി മുട്ടം ഓവർബ്രിഡ്ജിന് അടിയിലുണ്ട്. ജെയ്സൺ മാത്രമല്ല, ഗുണ്ടാ ലിസ്റ്റിലുള്ള പലരും വെറും ലാത്തിയും തൂക്കി പിടിച്ചോണ്ട് അവന്മാരുടെ മാളത്തിലേക്ക് എങ്ങനെ ചെന്ന് കേറിക്കൊടുത്ത വായില് വെടിമരുന്ന് വെച്ചങ്ങ് പൊട്ടിക്കും. അതിനുള്ള കരിമരുന്നും തിരിയും പടക്കോപ്പുകളും കരുതിയാ അവന്മാരിയ്ക്കുന്നത്. കുടുംബമായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവര് ചെന്ന് കേറിക്കൊടുക്കരുത്. ഞാനിപ്പോ അവന്മാരെ കണ്ടേച്ചും വരുവാ. അതാ ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ സോമശേഖര, ഞാൻ ഈ വിവരം തന്നോട് പറയുന്നത്, ഒരു കടം നമ്മൾ തമ്മിലും ബാക്കിയില്ലേ, അത് ഞാനിപ്പോ അവധിക്ക് വെച്ചിരിക്കുക. ജെയ്സനും കൂട്ടരും തന്നെ എങ്ങാണോ അങ്ങ് കത്തിച്ച എന്റെ കാത്തിരിപ്പങ്ങ് വെറുതെയാവും. അറക്കാൻ വെച്ചിരിക്കുന്ന പോത്തിനോട് കാണിക്കുന്ന ഒരു കാരുണ്യം അങ്ങനെ കരുതിയാ മതി. നീ എന്താ ഭീഷണി മുഴുക്കുകയാണോ? ഭീഷണി എനിക്ക് പതിവുള്ളതല്ലെന്ന് തനിക്കറിയാലോ. ഇത് ഞാൻ ചിലർക്ക് കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പുറത്താ തന്റെ ജീവൻ ഇങ്ങനെ നിലനിൽക്കുന്നത്. തന്റെ തൊപ്പി എന്ന് തെറിക്കുന്നോ അന്ന് തന്റെ പട്ടടയാ. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാ പഴമൊഴി. പക്ഷേ താൻ എങ്ങനെ ചമഞ്ഞ് കിടക്കണ്ട. അതുകൊണ്ട് തനിക്ക് ഈ കൂളിംഗ് ഗ്ലാസിന്റെ ആവശ്യമില്ല. അലറണ്ട. എന്റെ വിലപിടിപ്പുള്ള ഗ്ലാസാ നീ യാതൊരു ദാക്ഷിണ്യമില്ലാതെ അന്ന് ചവിട്ടി പൊട്ടിച്ചത്. അതുകൊണ്ട് ഞാനിതങ്ങ് എടുക്കുക. ജീവൻ രക്ഷിക്കാനായിട്ട് ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തന്നല്ലേ സോമശേഖര. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ നിനക്കൊന്ന് ചവിട്ടിപ്പൊട്ടിക്കാൻ തോന്നിയാ നിനക്ക് പൊട്ടിക്കണ്ടേ? അതിന് നിന്റെ ഈ ഗ്ലാസ് തന്നെ ആവട്ടെ. അപ്പോ പറഞ്ഞ പോലെ കണ്ട തെരുവ് പിള്ളേർക്ക് കുത്തിപ്പടിക്കാനൊന്നും ഈ തടി കൊടുക്കാതെ നീ വണ്ടി തിരിച്ചു വിട്ടോ. ഇത് ശിവൻ വില പറഞ്ഞിരിക്കുന്ന തടിയാ. ഇതിലൊരു ജെയ്സനും പണി പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം പറഞ്ഞതുപോലെ തിരിച്ചു പോവല്ലേ? അതായിരിക്കും സാറിന് നല്ലത്. ഇല്ലെങ്കിലേ പടം ഭിത്തിയെ തൂക്കും പിള്ളേര്. പോട്ടെ സോമശേഖര.